നമ്മൾ ഈ ക്രിയേറ്റേഴ്സായ ആൾക്കാർ, അത് യൂട്യൂബിലായാലും വീഡിയോ ചെയ്യുന്നവർ, അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് നിരന്തരമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ് എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക, നല്ലൊരു കോണ്ടൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പലരുടെയും വീഡിയോ സ്റ്റക്കായി കിടക്കുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ യൂട്യൂബ് തന്നെ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് കാണിച്ചു തരും, പിന്നെ ഏറ്റവും ഹൈ എമൗണ്ട് ഓഫ് വ്യൂസ് വരാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടോപ്പിക് എന്താണ്, അത് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടോപ്പിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ വ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന പുതിയൊരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ സെർച്ച് നടക്കുന്നതും ഹൈ വോളിയം ആളുകൾ വരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട യൂട്യൂബിൻ്റെ അനലറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂട്യൂബ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് നോക്കുന്നത്, അതായത് ഈ ഒരു സംഭവം സെറ്റിങ്സ് എവിടെയുള്ളത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞത്. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറേ ആളുകൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് അറിയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുക. നമ്മളിത് നോക്കുന്നത് ബ്രൗസറിലാണ്. എന്താണ് ഈ ബ്രൗസർ പറഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാനും മറ്റൊക്കെ എടുക്കുന്നതാണ് ബ്രൗസർ എന്ന് വളരെ ലളിതമായിട്ട് പറയാം. ഈ ബ്രൗസർ എല്ലൂടെയാണ് നമ്മളിത് കാണുന്നത്. കാരണം നമുക്ക് യൂട്യൂബിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിലുള്ളത്. ഈ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ ഡെസ്ക് ടോപ്പിലൂടെ ആക്സസ് ചെയ്യുന്ന യൂട്യൂബ് സ്റ്റുഡിയോ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റയർലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് മൊബൈലിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ മൊബൈൽ ബ്രൗസേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ്. എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസസിലും ക്രോം ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിലുണ്ടാവും. അപ്പോൾ ക്രോം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. studio.youtube.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വരും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിരിക്കും, വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് മുഴുവൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പ് വേർഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഈ പറയുന്ന സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് നിങ്ങൾ YT സ്റ്റുഡിയോയിൽ കയറി തപ്പിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. AI എനേബിൾഡ് ആണ്, അതായത് AI കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് യൂട്യൂബ് നമുക്കായിട്ട് തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരുടെയും ഫോണിലുണ്ടാവുന്ന ഒരു ബ്രൗസറാണ് ക്രോം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ക്രോമിൽ തന്നെ നോക്കാം. ഞാൻ ഫയർഫോക്സ് ആണ് ഇടയ്ക്ക് ഉപയോഗിക്കുക. കാരണം അത് സെപ്പറേറ്റ് ഞാൻ പിന്നെ അത് മാത്രം യൂട്യൂബിന് മാത്രം അതിലെടുക്കുന്നതാണ്. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ക്രോമിലൊന്ന് ചെയ്യാം. അപ്പോൾ ഈ ക്രോം ജസ്റ്റ് ഓപ്പൺ ആക്കാൻ ഞാൻ അവിടെ തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, മുകളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് studio.youtube.com എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ എഴുതിയിട്ട് തരാം. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ നമ്മുടെ ചാനലിലെ ലിങ്കിലേക്ക് പോകും. ഇതുപോലെ ഓപ്പൺ ആയി. ഇതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ വീഡിയോ കണ്ടൻസ് എടുക്കുക. താഴത്തെ രണ്ടാമത്തെ വീഡിയോസ് എടുക്കുക. ഈ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽ കണ്ടൻറ്റിൽ കാണിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഈ ഇൻസ്പിറേഷൻ എടുക്കുക. ഇത് YT സ്റ്റുഡിയോയിലും ഉണ്ട് ഈ ഓപ്ഷൻ. ഞാൻ YT സ്റ്റുഡിയോയിൽ വേറെ ട്രെൻഡൊന്നും മറ്റുമാണ്, അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ അത്യാവശ്യം നമുക്ക് ചെയ്താൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന ടോപ്പിക്കുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് യുവർ ഓൺ യൂട്യൂബ് യൂണിവേഴ്സ്. ഈ സംഭവം ചെയ്താൽ ഹൈ ഇൻട്രസ്റ്റ് ആണ്, ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അത് നേരെ തന്നെ പവർ ഓഫ് സ്റ്റോറി ടെല്ലിങ്, അതിന് ഇൻട്രസ്റ്റ് ലോ ആണ്. അതിൽ ഈ തമ്പനയിലെ കുറിച്ചുള്ള ഒരു വീഡിയോ, അതും ഇൻട്രസ്റ്റ് ലോ ആണ്. യൂട്യൂബ് AI കുറിച്ചുള്ള ഇൻട്രസ്റ്റും ലോ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി സജഷൻസ് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടത്, ഇപ്പം നിലവിൽ പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ടായിരിക്കാം എല്ലാ ടോപ്പിക്കുകളൊന്നും അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് വരുന്നില്ല. എന്തായാലും ജസ്റ്റ് യൂട്യൂബ് നോക്കാം. യൂട്യൂബ് ടിപ്സ് ഒന്ന് കൊടുത്ത് നോക്കാം, വരുമെന്നറിയില്ല, ഞാൻ നോക്കിയില്ല. ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഹൗ ടു മേക്ക് യൂട്യൂബ് ചാനൽ ഇൻ 2023. ഇതിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്ത ടോപ്പിക്കിൽ ഹൈ ഇതിൽ കയറിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം.
പിന്നെന്തോ SEO സ്ട്രാറ്റജീസ് പിന്നെ നമുക്ക് വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ ഹൗ ടു ഗെറ്റ് മോർ സബ്സ്ക്രൈബേഴ്സ് അതും ഹൈ ഇൻട്രസ്റ്റ് ആണ്. യൂട്യൂബ് ഷോർട്സ് കംപ്ലീറ്റ് ഗൈഡ് ഇതും ഹൈ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് നമ്മുടേതായ രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഈ ഒരു ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വീഡിയോസ് കയറിപ്പോകും. അപ്പോൾ ഇതിലിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും കൊടുത്താൽ വരും. പക്ഷേ ഈ മലയാളത്തിലെ കണ്ടൻസ് അധികം വരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കുക്കിംഗ് ജസ്റ്റ് കുക്കിംഗ് എന്ന് മാത്രം കൊടുത്താൽ വരേണ്ടതാണ്. കണ്ടോ, കുക്കിങ്ങിൻ്റെത് അങ്ങനെ വരുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഫിഷ് ഫ്രൈ എന്നൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൊടുത്തു നോക്കുക. ഇതല്ലാതെ വേറെ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. ഇതാ ഫിഷ് ഫ്രൈ റെസിപ്പിൻ്റെ നിലവിലൊരു ഇതാണ് കാണുന്നത്. വെരി ലോ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മൾ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു എങ്ങനെയാണ് ഒരു കോണ്ടൻറ്റ് വാലിഡേഷൻ ചെയ്യുക, അതായത് നമുക്കൊരു കോണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വാലിഡേഷൻ ചെയ്യുക. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വർക്കാവോ ഇല്ലയോ എന്ന് നോക്കുന്ന കുറേ രീതികളുണ്ട്. അത് വലിയ വലിയ ക്രിയേറ്റേഴ്സ് അവരുടെ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏജൻസീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞാനൊരു ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ് ഞാൻ പെയ്ഡായിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ആ ക്ലാസ്സിൻ്റെ പേയ്മെൻറ്റും ഡീറ്റെയിൽസൊക്കെ പറയാം. 199 രൂപയാണ് ഞാൻ അതിന് ചാർജ് വാങ്ങിച്ചത്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു 149 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലിങ്ക് ഞാൻ അയച്ചുതരാം. വളരെ ബെനിഫിറ്റ് ആവുന്ന ഒരു സംഭവമാണ്. കാരണം എങ്ങനെയാണ് നമ്മുടെ ചാനൽ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അതുപോലെ ഏതൊക്കെ രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് കുറച്ച് ചാർജ് അധികം ഇട്ട് സാധാരണ 99 രൂപ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ പറയുക. അങ്ങനെ ഒരു 5-10 വീഡിയോസൊക്കെ ചെയ്ത് നോക്കും. ചിലപ്പോൾ ഏതെങ്കിലും 1-2 കയറി ക്ലിക്കായി കഴിഞ്ഞാൽ അതോടുകൂടി ചാനൽ രക്ഷപ്പെടും. ഇനി നമുക്കിത് YT സ്റ്റുഡിയോയിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ അനലറ്റിക്സിലേക്ക് വരാം. 3ാമത്തെ ടാബ് താഴ്ന്നു അടുത്തായിട്ട് ട്രെൻഡ്സ് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ട്രെൻഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് പിന്നെ ടോപ്പ് സെർച്ചസ് എന്താണെന്നുള്ളത് കാണിച്ചു തരും. യൂട്യൂബ് ചാനൽ, ഏർണിങ്സ്, മണി, ഇതൊക്കെ ടോപ്പ് സെർച്ചിങ്സിൽ വരുന്നതാണ്. ഇപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ, ലാസ്റ്റ് ചെയ്ത വീഡിയോ വന്ന് എത്ര വ്യൂസ് കിട്ടിയെന്നൊക്കെ ഇവിടെ കാണും. ഇതേ ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നമുക്ക് ചെയ്യാം. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. നമുക്ക് അവിടെ യൂട്യൂബ് ടിപ്സ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരും. നിങ്ങൾ നിങ്ങളുടേതായ ടോപ്പിക്ക് അടിച്ചു കൊടുക്കുക. യൂട്യൂബ് ടിപ്സ് നോക്കട്ടെ വരുമോന്ന്. ടിപ്സ് അതിൽ വെരി ഹൈ ഇൻട്രസ്റ്റ് ടിപ്സ് ടു ഏൺ മണി ഫ്രം യൂട്യൂബ്, ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ, ഹൗ ടു സ്റ്റാർട്ട് എ ചാനൽ, ഇതൊക്കെയാണ് കൂടുതൽ ഇതുള്ളത്. അപ്പോൾ അത് ആ ടോപ്പിക്ക് ചെയ്തിട്ട് പിന്നെ വന്ന വ്യൂസും ഇതൊക്കെ താഴെ കാണിക്കേണ്ട. 6 ലക്ഷവും അതിൽ കൂടുതലൊക്കെ ആയിട്ടുള്ളത് കണ്ടോ, 1.17 lakhs. അത് പിന്നെ കുറേ വീഡിയോസ് ഇവിടെ കാണിക്കും. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, ലാസ്റ്റ് റീസെൻ്റായിട്ട് ചെയ്തതിൽ പിന്നെ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഈ 1 year 2 year ഒന്നും നോക്കരുത്. ഒരു വർഷത്തിനുള്ളിലുള്ളതും കൂടി നോക്കുക, ഏതാണ് കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് ആ ടോപ്പിക് എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.